എന്തെങ്കിലും ശേഷം സുഖമായിരിക്കുന്ന കേട്ടോ. പുതിയൊരു വീഡിയോ ബ്ലോഗിലേക്ക് സ്വാഗതം. എന്തായാലും ഇറങ്ങുവാണ്, എന്തായാലും ഇലക്ഷൻ നേരിടാൻ പോവാണ്. പോകുന്ന വഴിക്ക് ഒരു കൊട്ടും കൂടി കൊടുത്തിട്ട് പോവാം ഇന്റർനാഷണൽ സ്റ്റുഡൻസിന് എന്നുള്ള രീതിയിൽ ഒരു ന്യൂ മെഷേഴ്സ്, ന്യൂ റൂൾസ് അനൗൺസ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു കാര്യത്തിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് വീഡിയോ ചെയ്യുന്നത്. അത് മാത്രമല്ല, കഴിഞ്ഞ ദിവസം നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. UK ഇലക്ഷനെ നേരിടാനായിട്ട് പോകുന്നു. ജൂലൈ 4 തീയതി ഇലക്ഷൻ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. പ്രതീക്ഷിക്കാതെ നമ്മുടെ വളരെ മാസമായി വന്ന് മഴയത്ത് വന്ന് ഇറങ്ങിയെന്ന് ഇലക്ഷൻ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. കേട്ടോ, ഞങ്ങൾ പിരിച്ചു വിടുകയാണ്, ഞങ്ങൾ മന്ത്രിസഭ എന്നൊക്കെ പറഞ്ഞു പോയി. നമ്മൾ പ്രതീക്ഷിച്ചില്ല ഇപ്പൊ ഇന്നലെ വൈകുന്നേരം നമ്മുടെ ജെയിംസ് ക്ലവർലിയുടെ സൈഡിൽ നിന്ന് ഒരു റൂൾസ് അനൗൺസ് ചെയ്യുമെന്നുള്ളത് ആരും പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല. എല്ലാം വളരെ ട്വിസ്റ്റാണ്, പെട്ടെന്നാണ്. സോ അതുകൊണ്ട് തന്നെ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു തരാണ്ട്. ആദ്യമായിട്ട് ചാനൽ ഇൻഫോർമേറ്റീവ് അല്ലെങ്കിൽ കൊച്ചൊരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ, നോട്ടിഫിക്കേഷൻ ഷെയർ ചെയ്യുക, വീഡിയോട്ട് ചോദിച്ചു കേട്ടോ. അപ്പോൾ വീഡിയോട്ട് പോകുന്നതിന് മുമ്പ് തന്നെ കഴിഞ്ഞ ദിവസം നമ്മളൊരു വീഡിയോ ചെയ്തത് വെച്ച് കഴിഞ്ഞാൽ UK ഇലക്ഷനെ കുറിച്ചാണ്. ആരാണ് ജയിക്കാൻ സാധ്യത, ഈ വരുന്ന UK വരുന്നവരെ നിയമങ്ങൾ ബാധിക്കുമോ, ഈ പറഞ്ഞ ഇലക്ഷൻ ബാധിക്കുമോ, ഇതെല്ലാം ഇന്നലത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിന്റെ തൊട്ട് ദിവസത്തെ വീഡിയോയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു പുതിയ ഋഷി സുനകന്റെ പ്ലാന്, അതായത് ഇന്റർനാഷണൽ സ്റ്റുഡൻസിനെ ക്രാക്ക് ഡൗൺ ചെയ്യാനായിട്ട് അവർ കുറച്ച് പ്രപ്പോസലുകൾ വെക്കുന്നു എന്നൊരു പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മൾ അതും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നു. ഋഷി സുനകന്റെ സൈഡിൽ നിന്ന് വീണ്ടും ഒരു പ്രപ്പോസൽ കൊണ്ടുവരുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ആ ദിവസം വൈകുന്നേരമാണ് ഈ അനൗൺസ്മെന്റ് നടത്തിയിരിക്കുന്നത്. അതായത് നമ്പർ 10 ഡൗൺ സ്ട്രീറ്റിൽ നിന്നിട്ട് ഋഷി സുനക് മഴയത്ത് വന്ന് ഇറങ്ങി നിന്നിട്ട് ഞങ്ങളിത് ഇലക്ഷൻ പ്രഖ്യാപിക്കാൻ പോകുന്നു എന്നുള്ള രീതിയിൽ അനൗൺസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതൊന്നും ആരും എക്സ്പെക്ട് ചെയ്യാതെ പെട്ടെന്ന് വന്ന് ചെയ്തൊരു കാര്യമാണ്. അപ്പൊ ഇന്നലെ നമ്മൾ ഈ ഒരു വീഡിയോ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഒരിക്കലും എക്സ്പെക്ട് ചെയ്തിട്ടില്ല ഈ പറഞ്ഞ റൂൾസ് അനൗൺസ് ചെയ്യുമെന്നുള്ള കാര്യങ്ങളും ഒന്നും നമ്മളും ആരും എക്സ്പെക്ട് ചെയ്തിട്ടില്ല. ഇതൊന്നും ആരും എക്സ്പെക്ട് ചെയ്തില്ല. ഇനി വരുന്ന 30 തീയതി വരെ എന്തൊക്കെ കാണണമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷെ എന്തൊക്കെയോ അവർ പ്ലാൻ ചെയ്യും. കാരണം അവരുടെ 8 മാസം ബാക്കി നിൽക്കുകയാണ് ഗവൺമെന്റ് രാജിവെച്ചിരിക്കുന്നത്. അതാണ് ഏറ്റവും വലിയൊരു കാര്യം. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ 30 ദിവസത്തിന്റെ ഉള്ളിൽ ഇനി ഇവരെന്തൊക്കെ ചെയ്ത് കൂട്ടിപ്പോവും എന്നൊന്നും അറിഞ്ഞുകൂടാ. അതിനു മുമ്പായിട്ട് നമ്മുടെ ജെയിംസ് ക്ലവർലിയുടെ നേതൃത്വത്തിലാണ് ഇപ്പോൾ ഈ ഒരു പ്രപ്പോസലുകൾ, ആക്ച്വലി ഇത് പ്രപ്പോസൽ ആണെന്ന് എനിക്ക് പറയാൻ പറ്റില്ല. കാരണം എന്താ വെച്ചാൽ പല ന്യൂസുകൾ പല രീതിയിലാണ് ഇത് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. പലരും പറയുന്നത് ന്യൂ മെഷേഴ്സ് അനൗൺസ് എന്നുള്ള രീതിയിലാണ്, അല്ലെങ്കിൽ ന്യൂ സ്റ്റുഡന്റ് വിസ റൂൾസ് അനൗൺസ്ഡ് എന്നുള്ള രീതിയിലാണ്. അപ്പോൾ അത് ന്യൂ സ്റ്റുഡന്റ് വിസ റൂൾസ് തന്നെ ആയിരിക്കും. എന്തൊക്കെയാണ് ഈ റൂൾസ്, നമ്മളെങ്ങനെയൊക്കെ ബാധിക്കും, PSWനെ ഇത് ബാധിക്കുന്നുണ്ടോ, എന്തൊക്കെയാണ് കാര്യങ്ങൾ നമുക്ക് നോക്കാം. വളരെ വ്യക്തമായിട്ട് തന്നെ നോക്കാം. ഫസ്റ്റ് തന്നെ വീഡിയോക്കകത്ത് പറയുമ്പോൾ ജെയിംസ് ക്ലവർലി പറഞ്ഞൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നെറ്റ് മൈഗ്രേഷനിൽ 10% കുറവ് രേഖപ്പെടുത്തിയിരിക്കുന്നു. മൈഗ്രേഷൻ അഡ്വൈസറി കമ്മിറ്റിയുടെ റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുന്നു. റിപ്പോർട്ടിനനുസരിച്ചിട്ട് 10% കുറവ് ഇപ്പോൾ കഴിഞ്ഞ വർഷത്തെയും കാട്ടി രേഖപ്പെടുത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. അത് മാത്രമല്ല, ഇങ്ങനെ വിസ ആപ്ലിക്കേഷനിൽ 25 പുതിയ വിസ ആപ്ലിക്കേഷനിൽ 25% കുറവും ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നതായിട്ട് അറിയിച്ചിട്ടുണ്ട്. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ UK വരുന്ന ആൾക്കാരുടെ എണ്ണം കുറയുന്നു, ഇല്ലെങ്കിൽ പരമാവധി വിസ ആപ്ലിക്കേഷൻ കുറച്ചിരിക്കുന്നു എന്നുള്ളതും. പിന്നെ വലിയൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ COIsകൾ ഇഷ്യൂ ചെയ്യുന്നില്ല എന്ന് നമ്മൾ പലപ്പോഴും എടുത്തു പറഞ്ഞു. ഞാൻ അത് പറഞ്ഞു, ഈ മാക്കിന്റെ റിപ്പോർട്ടിന് വേണ്ടി കാത്തിരിക്കുമായിരിക്കാം. കാരണം മാക്കിന്റെ റിപ്പോർട്ട് കിട്ടിയാലാണ് ഇലക്ഷൻ അവർക്കൊരു തന്ത്രമായിട്ട്, ഇല്ലെങ്കിൽ ഇലക്ഷന് അത് ചൂണ്ടിക്കാണിക്കാൻ പറ്റുള്ളൂ നെറ്റ് മൈഗ്രേഷൻ കുറഞ്ഞു എന്നുള്ളത്. അതുകൊണ്ട് തന്നെ COIsകൾ ഇപ്പോൾ കെയർ ഹോമിലും NHSലും പല മേഖലയിലും കിട്ടുന്നില്ല. അത് മാത്രമല്ല, സാലറി ത്രെഷോൾഡ് ഉയർത്തിയതും വളരെ നല്ല രീതിയിൽ നെറ്റ് മൈഗ്രേഷനെ കുറയ്ക്കാനായിട്ട്. ഇതിപ്പോൾ ഫസ്റ്റ് ക്വാർട്ടറേ ആയിട്ടുള്ളൂ. ശരിക്കും പറഞ്ഞാൽ റൂൾസ് അനൗൺസ് ചെയ്തിട്ട് ഫസ്റ്റ് ക്വാർട്ടറിൽ തന്നെ ഒരു 10% അല്ലെങ്കിൽ 25% വിസ ആപ്ലിക്കേഷനിൽ കുറവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വലിയ കുറവാണ്. ഈ വർഷം കഴിയുമ്പോൾ അടുത്ത ജൂണൊക്കെ ആകുമ്പോഴേക്കും എനിക്ക് തോന്നുന്നു നല്ല രീതിയിൽ ഇവർ ഉദ്ദേശിച്ച പോലെ തന്നെ നെറ്റ് മൈഗ്രേഷൻ കുറയുമെന്നുള്ളതാണ്. സോ അപ്പോഴും ഈ പോകുന്ന വഴിക്ക് ഒരു കൊട്ടും കൂടി സ്റ്റുഡൻസിന് കൊടുക്കാമെന്ന് ഇവർ ചിന്തിച്ചതിന്റെ മനസ്സുണ്ടല്ലോ, കാണാതിരിക്കാൻ വയ്യ. സോ നമുക്ക് പ്രപ്പോസലുകൾ നോക്കാം. ആക്ച്വലി പ്രപ്പോസലാണോ റൂളാണോ എന്നുള്ളത് എനിക്ക് സ്റ്റിൽ കൺഫ്യൂഷനാണ്. പല ന്യൂസുകളിലും ഇത് റൂളാണെന്ന് പറഞ്ഞിട്ടാണ് വന്നിരിക്കുന്നത്, ന്യൂ മെഷേഴ്സ് എന്നുള്ള രീതിയിലാണ് വന്നിരിക്കുന്നത്. പക്ഷെ ഇതിനകത്ത് വായിച്ചു നോക്കുമ്പോൾ അത് പ്രപ്പോസൽ പോലെയാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. അത് എന്റെ തെറ്റായിരിക്കാം, എനിക്ക് അറിഞ്ഞുകൂടാതെ ചിലപ്പോൾ റൂൾ ആയിരിക്കാം. ഇനിയിപ്പോൾ അത് റൂളാണെങ്കിൽ വരുന്ന ദിവസങ്ങളിൽ കുറച്ചും കൂടി വ്യക്തത കിട്ടും. അങ്ങനെ എന്തെങ്കിലുമൊക്കെ വ്യക്തത കിട്ടുവാണെങ്കിൽ നിങ്ങളെ മുന്നിലോട്ട് അറിയിക്കാനായിട്ട് ഞാൻ ശ്രമിക്കും. അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു ഇൻഫർമേഷൻ വേണമെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ, നോട്ടിഫിക്കേഷൻ ബെല്ലേക്ക് എനേബിൾ ചെയ്തിട്ട് മറ്റൊരു സുഹൃത്തുക്കളും കൂടി ഷെയർ ചെയ്ത് ഗ്രൂപ്പുകളിലേക്ക് ഷെയർ ചെയ്തിട്ട് കൊടുക്കുക. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ പറഞ്ഞ പ്രപ്പോസൽ അത് ഫസ്റ്റ് സ്റ്റാർട്ടിംഗ് തന്നെ ജെയിംസ് ക്ലവർലി പറഞ്ഞിരിക്കുന്നത് വെച്ചാൽ നെറ്റ് മൈഗ്രേഷൻ 10% കുറഞ്ഞിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. അത് വളരെ നല്ല കാര്യം. അത് മാത്രമല്ല, 25% വിസ ആപ്ലിക്കേഷനിലും കുറവുണ്ടായിരിക്കുന്നു എന്നുള്ളതാണ്. തീർച്ചയായിട്ടും ഈ മെഷേഴ്സ് ഒക്കെ തുടങ്ങിയിട്ട് കുറച്ച് നാളെ ആയിട്ടുള്ളൂ. ഈ മെഷേഴ്സ് ഒക്കെ ഇംപ്ലിമെന്റ് ചെയ്തിട്ട് എനിക്കൊന്ന് അടുത്ത ജൂണൊക്കെ ആകുമ്പോഴേക്കും വലിയ രീതിയിൽ ഒരു കുറവുണ്ടാവും എന്നുള്ളത്. പിന്നെ ഇതിനകത്ത് സ്റ്റുഡൻസിനെ ക്രാക്ക് ഡൗൺ ചെയ്യാനായിട്ടുള്ള പുതിയ പ്ലാനുകളിൽ
ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നത് ഗ്രാജുവേറ്റ് റൂട്ട് വിസയ്ക്ക് ഒരു മാറ്റവും ഇല്ല എന്ന് തന്നെയാണ്. ഗ്രാജുവേറ്റ് റൂട്ട് വിസ നിലനിർത്തും, കാരണം പക്ഷേ അത് അണ്ടർ റിവ്യൂ ആയിരിക്കും. അതായത് ഈ അണ്ടർ റിവ്യൂ ജൂലൈ 4 ശേഷം വരുന്ന ഗവൺമെന്റ് ആയിരിക്കും ഇതിന്റെ കാര്യങ്ങൾ തീരുമാനമെടുക്കുക എന്നുള്ളതും കൂടി മെൻഷൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ജൂലൈ 4 ഇലക്ഷൻ ഉണ്ടാവും. ഇലക്ഷന് ശേഷം ഏത് ഗവൺമെന്റ് ആണ് വരുന്നത്, ആ ഗവൺമെന്റ് വിചാരിക്കും ഇനി ഗ്രാജുവേറ്റ് റൂട്ട് വിസ വേണോ വേണ്ടെന്നുള്ളത്. ഇപ്പോൾ വരയ്ക്കും ഋഷി സുനകിന്റെ മന്ത്രിസഭ ഗ്രാജുവേറ്റ് റൂട്ട് വിസ നിലനിർത്തിയിട്ടുണ്ട്. ഇപ്പോൾ ഇനിയിപ്പോൾ ലേബർ പാർട്ടി ആണെന്നുണ്ടെങ്കിൽ ലേബർ പാർട്ടി ഇനി എന്തായിരിക്കും ഈ സ്റ്റുഡന്റ് വിസയുടെ കേസിൽ ഒരു നിലപാടെടുക്കുക. കാരണം ലേബർ പാർട്ടിയുടെ പ്രപ്പോസലിനകത്ത് അല്ലെങ്കിൽ അവരുടെ എന്താ പറയുക മാനിഫെസ്റ്റോയ്ക്കകത്ത് സ്റ്റുഡൻസിന്റെ നിയമങ്ങളിൽ ഇപ്പൊ മാറ്റം വരുത്തിയതിൽ നിന്ന് പുതിയ മാറ്റങ്ങളൊന്നും ഉണ്ടാവില്ല എന്നും കൊണ്ടുവന്നിരിക്കുന്ന നിയമങ്ങൾ അതങ്ങനെ തന്നെ തുടരുമെന്നുള്ളതും ലേബർ പാർട്ടി മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ ഇനി അത് എന്താണെന്ന് ജൂലൈ 4 ശേഷം നമുക്ക് കണ്ടറിയാം. ഇപ്പോൾ വരയ്ക്കും ഗ്രാജുവേറ്റ് റൂട്ട് വിസ നിലനിർത്തിയിട്ടുണ്ട്. ഇനി മറ്റൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് ഒന്നാമത്തെ ആ പോയിന്റ് തന്നെ നമുക്ക് നോക്കാം. ഒന്നാമത്തെ പോയിന്റ് ഞാൻ കഴിഞ്ഞ മുന്നത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇന്റർനാഷണൽ റിക്രൂട്ട് ചെയ്യുന്ന ഏജൻസിനെ അവരെ തടയിടുക, അവരെ ക്രാക്ക് ഡൗൺ ചെയ്യുക എന്നുള്ളതാണ്. അതിനകത്ത് യൂണിവേഴ്സിറ്റി ഗവൺമെന്റുമായിട്ട് ചേർന്നിട്ട് ഒരു വളരെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഒരു നിയമം അല്ലെങ്കിൽ ഒരു സംവിധാനം ഉണ്ടാക്കും എന്നുള്ള രീതിയിലാണ് പറയുന്നത്. അത് എന്ത് സംവിധാനമാണെന്നുള്ള കാര്യങ്ങളൊന്നും ഇവിടുന്ന് മെൻഷൻ ചെയ്തിട്ടില്ല. അത് എനിക്കൊന്നും വരുന്ന ദിവസങ്ങൾ ഇനി 30-ാം തീയതി വരെ ടൈം ഉണ്ട്. അതിനകത്ത് എന്തൊക്കെ വരുമെന്ന് ഇനി ഓരോ ദിവസവും വളരെ ആകാംക്ഷയോട് കൂടിയാണ് കാത്തിരിക്കുന്നത്. സോ അതിനകത്ത് എന്തുണ്ടാവും നമുക്ക് അറിഞ്ഞുകൂടാ. യൂണിവേഴ്സിറ്റി സൈഡിൽ നിന്നും മറ്റേ നമ്മുടെ ഹോം ഓഫീസിന്റെ സൈഡിൽ നിന്നും എന്തെങ്കിലുമൊക്കെ ഒരു പരിപാടി ഉണ്ടായേക്കാം. അതിനകത്തുനിന്ന് ഈ ഏജൻസിനെ അവർ സെലക്ട് ചെയ്യും, നല്ല ഏജൻസിനെ സെലക്ട് ചെയ്യുമായിരിക്കാം. ആ ഏജൻസിന് കുറച്ച് ക്രൈറ്റീരിയാസ് വയ്ക്കും. ആ ക്രൈറ്റീരിയാസ് മീറ്റ് ചെയ്യുന്ന ഏജൻസിനെ മാത്രമേ നിലനിർത്തുള്ളൂ. അവർ തുറവായിരിക്കും ഇനി UK വരാൻ പറ്റുക എന്നുള്ളതാണ് നമുക്ക് അറിയാം. ഒരു ഇനീഷ്യൽ സ്റ്റേജിൽ മനസ്സിലാവുന്നു. വരുന്ന ദിവസങ്ങൾ കൂടുതൽ ക്ലാരിറ്റി കിട്ടുമായിരിക്കും. മറ്റൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫിനാൻഷ്യൽ റിക്വയർമെന്റ്സ് ആൻഡ് വിസ ചെക്സ്, അതായത് പ്രീവിയസ് വിസ ചെക്സ് എന്തായാലും ഉണ്ടാവും. അതായത് ഒരു സ്റ്റുഡന്റ് UK അപ്ലൈ ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ബാക്ക്ഗ്രൗണ്ട്, ഇവർ സഫീഷ്യന്റ് ആയിട്ടുള്ള ഫണ്ട് ഉണ്ടാവുമോ, ആ ഫണ്ട് റിയൽ ആണോ എന്നുള്ളത് മാൻഡേറ്ററി ആയിട്ട് ഇപ്പോൾ അത് വളരെ റാൻഡം ആയിട്ടാണ് ഹോം ഓഫീസ് ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒരുപാട് പേർക്ക് അങ്ങനെ വിസ റിഫ്യൂസ് ആവുന്നുണ്ട്. സോ അതിന് വളരെ മാൻഡേറ്ററി ആയിട്ട് കൊണ്ടുവരും. അത് മാത്രമല്ലാത്ത മറ്റൊരു പോയിന്റ് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇംഗ്ലീഷ് ലാംഗ്വേജിന്റെ റിക്വയർമെന്റിൽ ഒരു തീരുമാനം ആവും എന്നുള്ള രീതിയിലാണ് പറയുന്നത്. ഇനി വരുന്ന സ്റ്റുഡൻസിന് ഇംഗ്ലീഷ് ലാംഗ്വേജ് റിക്വയർമെന്റ് ചിലപ്പോൾ വെക്കാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളതൊക്കെ എനിക്കിപ്പോൾ പറയാൻ പറ്റുള്ളൂ. ഇതിനകത്ത് ഒരു ക്ലാരിറ്റിയും ഇല്ല. ഇതിന് അങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്. അതിനെക്കുറിച്ചുള്ള ഒരു തീരുമാനം ഉണ്ടാവാം എന്നുള്ളത്. അതിലും മറ്റൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻഷുർ ഓൾ ഇന്റർനാഷണൽ സ്റ്റുഡൻസ് ആർ എക്വിപ്ഡ് വിത്ത് ദ സ്കിൽസ് ടു അണ്ടർസ്റ്റാൻഡ് ദയർ കോഴ്സ് മെറ്റീരിയൽ. സോ ആ ഒരു സംവിധാനം, ഒരു ഇംഗ്ലീഷ് ലാംഗ്വേജിന്റെ സംവിധാനം വരും. മറ്റൊരു പോയിന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫിനാൻഷ്യൽ മെയിൻ്റനൻസ് റിക്വയർമെന്റ് വിൽ ബി റൈസ്ഡ്. അതായത് ഇപ്പൊ നമുക്ക് ലിവിംഗ് എക്സ്പെൻസ് നമുക്ക് കാണിക്കേണ്ടത് ഒരു സർട്ടൺ 8 to 9, 10,000 pound ആയിരിക്കും ഇൻസൈഡ് ഔട്ട്സൈഡ് ലണ്ടനും കാര്യങ്ങളെല്ലാം. അപ്പൊ അതുകൊണ്ട് തന്നെ ആ ഒരു ഫിനാൻഷ്യൽ റിക്വയർമെന്റ് വർദ്ധിപ്പിക്കും. അത് എത്രയാണെന്നൊന്നും ഇവിടെ പറഞ്ഞിട്ടില്ല. അതാണ് ഞാൻ വരുന്ന ദിവസങ്ങളിൽ കൂടുതൽ അപ്ഡേറ്റ് വരാനുള്ള സാധ്യതയുണ്ട്. ഇതൊരിക്കലും പ്രതീക്ഷിച്ചില്ല. നമ്മൾ ഇന്നലെ രാത്രി വന്നിട്ട് ഇല്ലെങ്കിൽ ഇന്നലെ വൈകുന്നേരം വന്നിട്ട് ഒരു ഹോം ഓഫീസിന്റെ വെബ്സൈറ്റ്, ഇത് ഹോം ഓഫീസിന്റെ വെബ്സൈറ്റിലാണ്, ഇത് എന്റെ വെബ്സൈറ്റിലോ എന്റെ വീഡിയോയിൽ കണ്ടുകൊണ്ട് ഞാൻ അടിച്ചു വിടുന്നതാണെന്ന് പറയരുത്. ഇത് ഹോം ഓഫീസിന്റെ വെബ്സൈറ്റിൽ വന്നിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും പോയിട്ടും കാണാം, വായിക്കാം. അപ്പോൾ ഇതാണ് മെയിൻ ആയിട്ടുള്ള കുറച്ച് പോയിന്റ്സ് വന്നിരിക്കുന്നത്. അത് മാത്രമല്ല ഇവരുടെ വിസ ചെക്സ്, അത് പ്രീവിയസ് വിസ ചെക്കുകൾ ഉണ്ടാവും എന്നുള്ള രീതിയിൽ പറയുന്ന അത് ഉണ്ടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിനകത്ത് ഫെയിൽ ആവുന്ന എല്ലാവർക്കും തന്നെ യൂണിവേഴ്സിറ്റി സ്പോൺസർഷിപ്പ് കൊടുത്തിട്ടുണ്ടെങ്കിൽ തന്നെയും അത് സ്പോൺസർഷിപ്പുകൾ ക്യാൻസൽ ചെയ്യും കൂടി എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത്രയൊക്കെ പോയിന്റുകളാണ് ഇതിനകത്തുള്ളത്. എനിക്കറിയില്ല, സത്യമായിട്ട് എനിക്കറിയില്ല ഇത് എന്ന് വരും എന്നുള്ളത്. പക്ഷേ ഇത് ഇന്നലെ വന്ന ന്യൂസാണ്, അതും ഹോം ഓഫീസിന്റെ വെബ്സൈറ്റിൽ വന്ന ന്യൂസാണ്. അതും അത്രയും ഗൗരവത്തോടുകൂടി എടുക്കുന്ന ന്യൂസ് തന്നെയാണ് ഇത്. പക്ഷേ ഇത് സെപ്റ്റംബർ ഇൻടേക്കിലേക്ക് വരുന്നവർക്ക് ബാധിക്കും, ഇല്ലെങ്കിൽ ഇനി വരുന്ന ഏത് ഇൻടേക്ക് ആണെന്നൊന്നും ഇവിടെ മെൻഷൻ ചെയ്തിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ സെപ്റ്റംബർ ഇൻടേക്കിലേക്ക് വരുന്നവർ ബാധിക്കും എന്ന് എനിക്ക് പറയാനും പറ്റില്ല. അപ്പോൾ സെപ്റ്റംബർ ഇൻടേക്കിലേക്ക് വരാൻ പറ്റുന്നവർ തീർച്ചയായിട്ടും പെട്ടെന്ന് വരിക എന്നുള്ളതും കൂടി പറയുക. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇനി ഇങ്ങനെ പുതിയ റിക്വയർമെന്റ്സ് കൊണ്ട് വന്നു കഴിഞ്ഞാൽ ടോട്ടലി UK ആർക്കും വരാനായിട്ട് പറ്റില്ല എന്നുള്ളത് വളരെ സിമ്പിളാണ്. അത് തന്നെയാണ് അവരുടെ ആഗ്രഹം. ഇപ്പം നിങ്ങൾ പറയും ഇവർ സ്റ്റുഡൻസ് വന്നില്ലെങ്കിൽ ഇവർ പിടിച്ച് നിൽക്കൂലേ എന്നൊക്കെ ചിന്തിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ഇവിടെ സ്റ്റുഡൻസിന് ഡിപ്പെൻഡൻസ് റെസ്ട്രിക്ട് ചെയ്യേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല. അപ്പോൾ അങ്ങനെയൊന്നും ചിന്തിക്കുന്ന ആൾക്കാരല്ല. ഇതിന് മുമ്പും വർഷങ്ങൾ മുമ്പും സ്റ്റുഡന്റ് വിസ ഇതേപോലെ തന്നെ ഫ്രീ ആക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷമാണ് വളരെ സ്ട്രിക്റ്റ് ആക്കിയിട്ട് IELTS പോലെ കാര്യങ്ങളും ഇല്ലെങ്കിൽ PSW 6 മാസത്തേക്ക് വെട്ടിച്ചുരുക്കിയതൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മുടെ കണ്ടു പരിചയപ്പെട്ടുള്ള കാര്യങ്ങളാണ്. സോ അപ്പോൾ ഇവർക്ക് എന്തും ചെയ്യാൻ പറ്റും, എന്തും സാധിക്കാൻ പറ്റും. അതുകൊണ്ട് തന്നെ സ്റ്റുഡൻസിനെ ഡിപ്പെൻഡ് ചെയ്ത് മാത്രം ഇരിക്കും എന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ വരാൻ പറ്റുന്നവർക്ക് വേഗം വരിക. അതിന് എന്തൊക്കെ അസിസ്റ്റൻസ് വേണമെന്നുണ്ടെങ്കിൽ താഴത്തെ നമ്പർ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. അപ്പോൾ ഇന്നൊരു അപ്ഡേറ്റ് വന്നിട്ടുണ്ട്. ആ അപ്ഡേറ്റ് പോസിറ്റീവായിട്ടുള്ള അപ്ഡേറ്റ് ആണ്. ഗ്രാജുവേറ്റ് റൂട്ട് വിസ ഉണ്ട്. ഓക്കെ, ബാക്കിയുള്ള റിക്വയർമെന്റ്സ് എന്ന് വരുമെന്ന് എനിക്കറിയില്ല. അത് വരുന്ന സമയത്ത് നിങ്ങൾക്ക് അറിയിക്കുന്നതായിരിക്കും. കാണാം.